എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എല്ലാവരും ഹാപ്പി ആയിരിക്കുക കേട്ടോ. ഹാപ്പി ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഓക്കെ, എന്നത്തെ പോലെ 2 മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ. കാരണം എനിക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. വേദനയുണ്ട്, പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല. വീഴ്ച കിട്ടിയതല്ലേ, അതുമല്ല ഡിസ്ലൊക്കേഷനൊക്കെ ആവുമ്പോഴേ ഇത്തിരി പെയിൻഫുൾ ആയിരിക്കുമല്ലോ. നടത്തിക്കുന്നില്ല ഞാൻ, കാലും കുറച്ചൊരു വേദന ഉണ്ട്. അത് കാരണം ഫുൾ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഡിലേ ആവുന്നതും. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഓരോരോ തടസ്സങ്ങളാണ്. അതൊക്കെ തരണം ചെയ്ത് വേണം വീഡിയോ ചെയ്യാനും ലൈവ് വരാനും ഒക്കെ കേട്ടോ. നിങ്ങൾ എൻ്റെ പ്രോബ്ലം മനസ്സിലാക്കിയതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അതേപോലെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് സംസാരിക്കട്ടെ. അതായത് ഇടയിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ, ഒരു 10 ഡേയ്സ് മുന്നേ ഒക്കെ ഞാൻ നിങ്ങളോട് പറയണ്ടായിരുന്നു, നിങ്ങളിൽ പലരും ഹീലിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അവിടെ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് വീണ്ടും സ്ട്രെസ്ഫുൾ എനർജീസാണ് കിട്ടുന്നത് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ ഹീലിംഗ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മെഡിറ്റേഷൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തി എന്നുള്ളൊരു സ്ഥിതിയാണ് എനിക്ക് കാണുന്നത്. ഗിവപ്പ് ചെയ്തു എന്നുള്ളൊരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തന്നെ, ഹീലിംഗ് ചെയ്യുന്നവർക്ക് കുറേ സമയം എടുത്ത് മാത്രമേ ഹീലിങ്ങിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഈ 2 ദിവസം മെഡിറ്റേറ്റ് ചെയ്തു, 3-മത്തെ ദിവസം ഹീലിംഗ് ആവില്ല. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം. മെഡിറ്റേഷൻ ആയാലും സെൽഫ് ഹീലിംഗ് ആയാലും മെഡിറ്റേഷനിൽ തുടങ്ങുമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഹീലിംഗ് സെൻറ്റേഴ്സ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട്. അവിടെയൊക്കെ പോകുന്ന എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തനിയെ ചെയ്യാവുന്ന കാര്യമാണ്. മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ യാതൊന്നും വരാതെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തിൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നാമജപം ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റ് റിലിജൻ എന്താണ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ കണ്ണടച്ചിരിക്കുക. അത് ഇന്ന ജാതി ഇന്ന മതമൊന്നും ഇല്ല. മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവിടെ ജാതി മതമൊന്നും ഇല്ല. എവിടെ ഒരു ഭാഗത്ത് കാമായിട്ട് ഇരിക്കുക, ചമ്രം പടഞ്ഞ് നിലത്തിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മാറ്റ് വിരിച്ചിട്ട് നിലത്തിരിക്കുക. ഓക്കെ, ചമ്രം പടിഞ്ഞിരുന്ന് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ മനസ്സിൽ വിചാരിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊരു 15 മിനിറ്റ് ഇരിക്കുക. ടു സ്റ്റാർട്ട് വിത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യൂ. പോകെ പോകെ നിങ്ങൾക്ക് തന്നെ കോൺസെൻട്രേഷൻ കിട്ടും, കുറച്ച് കൂടുതൽ നേരം ഇരിക്കാൻ സാധിക്കും. പിന്നീട് സെൽഫ് ഹീലിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ടു സ്റ്റാർട്ട് വിത്ത് നിങ്ങളിങ്ങനെ ചെയ്യൂ കേട്ടോ. ഓക്കെ, കുറേ സമയമായി. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പറയണമെന്ന് തോന്നി. കാരണം കമൻസിൽ മാഡം ഇനി എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്ന അവിടെ എനിക്ക് വേറെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓരോരുത്തരുടെയും സിറ്റുവേഷൻ, ചിലർ പറയേണ്ട റീഡിങ്സിലെല്ലാം പോസിറ്റീവ് വരുന്നു, പക്ഷേ ജീവിതത്തിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത് പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ലൈവിൽ വരുമ്പോൾ പലരുടെയും സിറ്റുവേഷൻ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും പോസിറ്റീവ് റിപ്ലൈ അല്ല ഞാൻ കൊടുക്കാറ് ലൈവിൽ വരുമ്പോൾ. ലൈവിലും നമുക്ക് വളരെ ഷോർട്ട് ടൈമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് കാർഡ്സ് എടുത്ത് പോവുകയാണ്. പേഴ്സണൽ റീഡിങ് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കി പറയാൻ സാധിക്കും കേട്ടോ. പേഴ്സണൽ റീഡിങ് ഈ ഒരാഴ്ചയും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. അറിയാലോ, ഓരോ തടസ്സങ്ങൾ വരികയാണ്. അതായത് നിങ്ങൾക്ക് സമയമായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ റീഡിങ് തുടങ്ങാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് തുടങ്ങാതെ. ഞാനിപ്പോൾ എടുത്താലും എൻ്റെ സമയം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക. ഞാൻ എത്രയും വേഗം ഒരു പോസിറ്റീവ് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. വി വിൽ സി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം എത്രത്തോളം കുരുക്കഴിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകണം. ഒരുപാട് സമയമായി. ഓക്കെ, ഇന്ന് നമുക്ക് വീണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്ന് തന്നെ നോക്കാം. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി ഇവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷോർട്ടായിട്ട് നോക്കി പോവാം. ഞാൻ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരേ തോട്ട്സ് ആയിരിക്കില്ല. 2 നമ്പേഴ്സ് ഉണ്ട്, 111
222. ഇതിലേതെങ്കിലും ഒന്ന് വിചാരിച്ചോളുക. 111 and 222. ഓക്കെ, അപ്പം നമുക്കിനി നിങ്ങളുടെ 111 ചൂസ് ചെയ്തവർക്ക് അവരുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ഇത് കാണുന്നതിൻ്റെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ തലേദിവസം രാത്രി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്. കാരണം ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാനുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നൈറ്റിലാണ് നമ്മൾ പൊതുവെ സൈലൻ്റ് എൻവയറമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക, നമ്മുടെ ചിന്തകളിൽ ഫോക്കസ് ചെയ്യും. നമുക്ക് വിഷമം, സങ്കടം, സ്നേഹം എല്ലാം കൂടുതൽ തോന്നുന്നത് രാത്രി നേരത്താണ്. അപ്പോൾ അവരുടെ തോട്ട്സിൻ്റെ ക്ലാരിറ്റി അപ്പോൾ കൂടുതലായിരിക്കും. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഇത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്തിൻ്റെ തലേ ദിവസം ഉള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് പോയി ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് തിരഞ്ഞെടുത്ത നമ്പർ 111 ആണ്. എൻ്റെ വ്യൂവേഴ്സ് തിരഞ്ഞെടുത്ത നമ്പർ 111 ആണ്. അവരുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി അവർക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകൾ എന്തായിരുന്നു? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദാം. ദേ ഹവ് chosen the number 111. Please tell me what are the late night thoughts of my viewers person. My viewers have chosen the number 111. 4 of cups വന്നു കേട്ടോ. ഓക്കെ, എടുക്കുകയാണേ. 4 of cups, Queen of Pentacles, Strength, ഇതെന്നും വരും ഈ കാർഡ്. King of Cups, ഓക്കെ അറ്റ്ലീസ്റ്റ്. Knight of Cups, 3 of Wands, 3 of Cups, 5 of Pentacles, 2 കാർഡ് കൂടി, 5 of Swords and Hierophant. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 of Wands ആണ്. ഓക്കെ, അത് പോസിറ്റീവ് കാർഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഞാൻ രാശിയൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത് രാശി പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. രാശി ഞാൻ പറയുമ്പോൾ ആ രാശിക്കാർക്ക് മാത്രം ഉള്ളതല്ല റീഡിങ്, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ആ രാശിക്കാർ കുറച്ച് കൂടുതലായി അവിടെ കണക്റ്റ് ആയെന്നേ അവിടെ അർത്ഥമുള്ളൂ കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത്. ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, മിസ്സിങ് എനർജിയിലായിരുന്നു. അല്ല, നിങ്ങളെ അവർ പ്രപ്പോസ് ചെയ്തിട്ടില്ല, പ്രപ്പോസ് ചെയ്യണം എന്നവർ ആലോചിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അത് അൺഎക്സ്പ്രസ്ഡ് ലവ് ഒക്കെ ആയിരുന്നെങ്കിൽ അവർക്കൊരു ഫിയർ ഓഫ് റിജക്ഷൻ. അവർ നിങ്ങളോട് വന്ന് സംസാരിച്ച് പ്രപ്പോസ് ചെയ്താൽ നിങ്ങളവരെ റിജക്റ്റ് ചെയ്യുമോ എന്നൊരു ഭയവും അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഉയർന്ന സ്ഥാനത്താണ് അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടാവും, നിങ്ങളുടെ ജോലി വളരെ നന്നായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഫൈനാൻഷ്യലി നിങ്ങൾ സ്വയം പര്യാപ്തതയുള്ള ഒരാളാണ്, നിങ്ങൾ സ്വയം സമ്പാദിക്കുന്ന ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം കൈകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആവാൻ പറ്റിയ ഒരാളാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മെറ്റീരിയൽ എന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ നിങ്ങളെ വിവാഹം ചെയ്താൽ ഇവരുടെ ലൈഫ് സേഫ് ആയിരിക്കും എന്നും ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് ഈ സിറ്റുവേഷൻ, നിങ്ങളത് ഏത് തരം സിറ്റുവേഷനിലായാലും ആ സിറ്റുവേഷൻ അവിടെ വളരെ ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നിവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കാര്യം നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായാലും ഈ ഫിയർ ഓഫ് റിജക്ഷൻ ഒക്കെ വരുന്നവിടെ ഇവർ വിചാരിക്കുന്ന ചാടിക്കയറി പ്രപ്പോസ് ചെയ്തിട്ട് ഒരു റിജക്ഷൻ വന്നാലോ, അപ്പോൾ കാര്യം ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെ ഉള്ള ചിന്ത. ഓക്കെ, അതേപോലെ മാരേജിന് പ്രപ്പോസ് ചെയ്യാനായാലും അവർക്ക് അവിടെ ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ട്. അത് കാരണം ഒന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് പോസിറ്റീവ് കാർഡ് തന്നെയാണ് കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസും സ്ട്രെങ്ത്തും പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ്. ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യാം എന്ന് മാത്രമേ ഇവർ ചിന്തിക്കുന്നുള്ളൂ. തിങ്കിങ് ഇങ്ങനെ ഓവർ തിങ്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഇതിനെ പറ്റിയിട്ട്. വോട്ടെവർ അവരുടെ നിങ്ങളെ പറ്റിയുള്ള ചിന്ത എന്ത് തന്നെ ആയിരുന്നാലും
അതിങ്ങനെ ഒരു ലൂപ്പായിട്ട് ആ ചിന്തയൊന്നും പുറത്ത് കിടക്കാൻ പറ്റാതെ അവരതിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ യോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ വന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് ആയിരിക്കാൻ സാധ്യത, വേറെ വേറെ സ്ഥലത്ത് കമ്മിറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസ്, സോഷ്യൽ സ്റ്റാറ്റസ് മുതലായ ഡിഫറൻസസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലുമായിരിക്കാം ചിലർ. അതിനെപ്പറ്റിയൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. അതിൽ അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടില്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് ഇവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തത്. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയുമ്പോൾ അവിടെ പാരൻസും ആവാം, സ്പൗസ് ആവാം, ജോലി ആവാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സം നിൽക്കുന്ന എന്തുമാവാം. ഓക്കെ, ആ സംഭവം മൂലം ഇവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് ഇവർ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിൽ മാപ്പ് ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർക്ക് ഒന്നുകിൽ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി, സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ ലോണോ കടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു ഹെൽത്ത് ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട്. ഒരു ചെറിയ പനി, അല്ലെങ്കിൽ നിങ്ങൾക്കോ ആയിരിക്കാം. ഓക്കെ, അത് ഇവരറിഞ്ഞു കാണും. നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമോ, അല്ലെങ്കിൽ അവർക്കോ അവരുടെ വീട്ടിൽ ആർക്കെങ്കിലുമോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ആക്സിഡൻറ്റ്, ഒരു പനി, ക്ഷീണം, ഓക്കെ, ഒന്ന് തലകറങ്ങി വീഴുക, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു വീഴ്ച. ഓക്കെ, ഒരു വീഴ്ചയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, കാലിന് എസ്പെഷ്യലി, തലയ്ക്ക്, അങ്ങതുപോലെ നടുവിന് ഒക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടാവാം. അതിനെ പറ്റിയിട്ടും ഇവർ ബോധേഡായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ അടുത്ത് ഈ വിവരം ഷെയർ ചെയ്യണം. ഇത് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആയാലും ഹെൽത്ത് ഇഷ്യൂ ആയാലും ഇവരുടെ വീട്ടിലത്തെ സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഇവർ ഇന്നലെ രാത്രി ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് സ്റ്റക്ക് സിറ്റുവേഷനെ കുറിച്ച് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം ഹെയറോഫൻറ്റ് വിത്ത് 5 ഓഫ് സ്വാർട്സ് ആണ്. അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡാണ് കാണുന്നത്. ഇവർക്ക് ടോട്ടലി സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് വാണ്ട്സ് ഞാൻ അവിടെ ഒരു പ്രപ്പോസൽ എന്ന് പറയില്ല. കാരണം കൂടുതൽ മെജോറിറ്റി കാർഡ്സും സ്റ്റക്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ആയാലും സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് ഇവർക്ക് ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഇവർ മനസ്സിൽ നിങ്ങളെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഞാൻ പറയും, ഒന്നുകിൽ ഇവർക്കൊരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആയിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ വേറൊരു ദിവസമാണ് കാണുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഇവർക്ക് ഇന്ന് തന്നെ ആയിരിക്കില്ലല്ലോ നിങ്ങളിത് കാണുന്നത്. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ദിവസം ഇവർക്ക് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അവിടെ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഇവർ ഓർക്കുന്നതായിട്ടും അന്ന് അല്ലെങ്കിൽ ആ അടുത്ത ദിവസങ്ങളിൽ ഒരു ഇവൻ്റ്, സോഷ്യൽ ഇവൻ്റ് ഉണ്ട്. നിങ്ങൾ മാത്രമല്ലാതെ വേറെ കുറേ പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇവൻ്റ്, അതിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. ഇവരതിനെപ്പറ്റി ഓർക്കുന്നുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. കുറച്ച് കാർഡ് കൂടെ എടുക്കാം. അത് കഴിഞ്ഞ് 222 കാരുടെ പോകാൻ ഞാൻ ഷോർട്സ് ഒന്നും ഇട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ മെസ്സേജസ് കൂടെ ഇത് ലാസ്റ്റ് എടുത്ത് തരാം കേട്ടോ. സം മോർ കാർഡ്സ് ഡിവൈൻ, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. 211 കാർക്ക് കുറച്ച് കാർഡ്സ് കൂടെ തരൂ. കൂടുതലായിട്ടും അവർ എന്താണ് ആലോചിച്ചിരുന്നത്, കൂടുതലായിട്ടും അവരെന്താണ് ആലോചിച്ചിരുന്നതെന്ന് പറയൂ. 2 ഓഫ് കപ്സ്,
ഞാൻ പറഞ്ഞില്ലേ, ഇവൻറ്റിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യമുണ്ട്. 6 ഓഫ് സ്വാർഡ്സ്, 7 ഓഫ് വാൻഡ്സ്, ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്, ഒരു കാർഡ് കൂടി, ക്വീൻ ഓഫ് വാൻഡ്സ്. കിങ് ഓഫ് വാൻഡ്സും ക്വീൻ ഓഫ് വാൻഡ്സും നിങ്ങൾ അവരെ പറ്റിയും ഇവർ നിങ്ങളെ പറ്റിയും തന്നെ ഒന്നിച്ച് ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു. മിററിങ് എനർജിയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളിൽ പലരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരസ്പരം കമ്മിറ്റഡ് ആണ് എന്നും കാണിക്കുന്നുണ്ട്. റീയൂണിയൻ എന്നെ പറ്റിയിട്ട് തന്നെ നിങ്ങളെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നിവർ വളരെ കാര്യമായിട്ട് നിങ്ങളും ആയിരിക്കാം. കാരണം 2 ഓഫ് കപ്സ് വരുമ്പോൾ ഞാൻ മിററിങ് എന്ന് പറയും. രണ്ടുപേരും തന്നെ കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പം മിററിങ് എനർജി തന്നെയാണ് അവിടെ കാണുന്നത്. രണ്ടുപേരും പരസ്പരം ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വെയിറ്റിംഗ് എനർജിയിലാണ് രണ്ടുപേരും തന്നെ കാണുന്നത് കേട്ടോ. മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്, മ്യൂച്വൽ ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും തന്നെ കാണാൻ വളരെ നല്ല ആൾക്കാരായിരിക്കണം. എന്നാൽ റീയൂണിയനിൽ വരണം എന്നവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ചിലർ ഒരു യാത്ര പോയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു യാത്ര വരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഒരു റീയൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ അതിനു വേണ്ടിയുള്ള യാത്രയായിരിക്കണം, നിങ്ങളുടെ അടുത്തേക്കുള്ള യാത്രയായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഒരു അതിൻ്റെ മേലെ വന്ന ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഒന്നുകിൽ ജോലി സംബന്ധമായിട്ടുള്ള യാത്രയായിരിക്കണം, അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. ചിലരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കാരണം തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് കേട്ടോ. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിരിക്കാം. അതിനെ പറ്റിയിട്ട് ഇവർ ബോധേഡായിട്ട് കാണുന്നുണ്ടായിരുന്നു. നിങ്ങളവരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊരു ബോധറേഷനായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. ഒരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ കൂട്ടിക്കൊള്ളും. നിങ്ങൾക്കും ആയിരിക്കാം കേട്ടോ. നിങ്ങൾ സംസാരിക്കേണ്ടാവില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കേണ്ടാവില്ല. അതിൻ്റെ ഒരു ദേഷ്യം, സ്നേഹം മനസ്സിൽ വെച്ചാൽ മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഗ്രൂപ്പ് 1കാർക്ക് ഉള്ള എന്താണ് തോട്ട്സ് അവരുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി ഗ്രൂപ്പ് 2കാരുടെ നോക്കാം. അതായത് 222 എടുത്തവർക്ക് നോക്കാം. ഒന്നിച്ച് മെസ്സേജസ് ലാസ്റ്റിൽ പറയാം. ഇന്ന് വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ ആ സ്പീക്കർ അങ്ങ് എടുത്ത് മാറ്റി. സ്പീക്കർ ഇല്ലാതെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇത്തിരി ശബ്ദം ഉയർത്തി സംസാരിക്കണമെന്നേ ഉള്ളൂ. അതേപോലെ ജെം സ്റ്റോൺസിനെ പറ്റി ചോദിച്ചവർക്ക് എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചല്ലോ. എൻ്റെ വീഡിയോയിൽ തന്നെ ആഡ്സ് കുറേ വരുന്നുണ്ട്, കുറേ സൈറ്റ്സ് ഉണ്ട് ഇത് കിട്ടുന്നത്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കുറേ സൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പേര് ഓർമ്മയുള്ളത് ഞാൻ പറയാം. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും വാങ്ങിച്ചിട്ടുണ്ട്. ജെംസ് മന്ത്ര ഉണ്ട്, പിന്നെ വേൾഡ് ഓഫ് ഊർജ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു pandit.com, അങ്ങനെ കുറേ ആസ്ട്രോടോക്ക്, അങ്ങനെ കുറേ സൈറ്റ്സ് ഉണ്ട്. അതൊക്കെ ജെനുവിൻലി നല്ലതായിട്ട് തന്നെ നല്ല ക്രിസ്റ്റൽസ് കൊടുക്കുന്ന ആൾക്കാരാണ്. വിത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ജെം സ്റ്റോൺ വാങ്ങിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ്, വിത്ത് സർട്ടിഫിക്കറ്റ്, വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. വിത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങിക്കുക. കാരണം ജെനുവിനിറ്റി നമുക്ക് അതിൽ ഫേക്ക് സ്റ്റോൺസ് ഉണ്ടായിരിക്കാം, നല്ല സ്റ്റോൺസ് ഉണ്ടായിരിക്കാം. അപ്പോൾ സർട്ടിഫൈഡ് ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമുക്ക് ഫേക്ക് സ്റ്റോൺസ് ധരിച്ചിട്ട് എഫക്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒറിജിനൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇതുപോലത്തെ ക്രിസ്റ്റൽസ് ഇതുപോലെയുണ്ട്, ഇങ്ങനെയും ഒക്കെ കിട്ടും. ഇത് റോസ് കോട്ട്സ് ആണ്, ഇത് ഗ്രീൻ അവെഞ്ചറിൻ ആണ്. ഓക്കെ, ഇത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങുന്നതായതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. റോസ് കോട്ട്സ് എനിക്ക് ഒരു മെൻ്റൽ ബാലൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇതെപ്പോഴും എൻ്റെ അടുത്ത് കാണും. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷനുമാണത്, അതിന് വേണ്ടിയിട്ടാണ്. പൈറൈറ്റ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പിരമിഡും ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഫോർ മണി ഫ്ലോ. അത് വീട്ടിലെല്ലാവർക്കും ഉപകരിക്കും. ഓക്കെ, എനിക്ക് മാത്രമല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ പൂജാ റൂമിലാണത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടും വീട്ടിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ അത് അങ്ങ് എടുക്കും. അതിൻ്റെ അടുത്തിരുന്നിട്ടാണ് ഞാൻ റീഡ് ചെയ്യാറ് കേട്ടോ. ഞാൻ പൂജാ റൂമിൽ ഇരുന്നിട്ടാണ് റീഡ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോസിറ്റീവായിട്ട് പറയുന്ന നെഗറ്റീവ് എനർജീസ് എനിക്ക് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത്. സോ എൻ്റെ സറൗണ്ടിങ്സ് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈറ്റ്സിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി, അതിൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ ഇനി 222കാർക്ക് പരമാവധി ഒച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സ് തിരഞ്ഞെടുത്ത നമ്പർ 222 ആണ്. അവരുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സ് തിരഞ്ഞെടുത്ത വ്യൂവേഴ്സ് തിരഞ്ഞെടുത്ത നമ്പർ 222 ആണ്. അവരുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു തരൂ. എടുക്കണേ. Knight of Swords, Hierophant, High Priestess, 3 of Swords, Death, Temperance. 3 of Swords കണ്ടിട്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട, ക്ലാരിഫൈ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും അടിക്കുക. Justice, 9 of Pentacles, The Fool, Page of Swords, King of Cups. സ്നേഹം എന്തായാലും ഉണ്ട് അല്ലേ. ഇവിടെ 3 of Swords ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ക്ലാരിഫൈ 3 of Swords. Why is 3 of Swords here? Why is 3 of Swords here? തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. വിഷ് ഫുൾഫിൽമെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, 9 of Cups ആണ് വന്നത്. 3 of Swords കണ്ട ഉടനെ ചാടിക്കേറി അത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. ബോട്ടം ഓഫ് ദി ഡെക്കായിരുന്നു കിങ് ഓഫ് കപ്സ് കേട്ടോ. എന്ന് വെച്ചാൽ സ്നേഹം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സ്വാർട്സ് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്നലെ രാത്രി ചിന്തിച്ചിരുന്നത്. നിങ്ങളിത് എന്ന് കാണുന്നോ അതിൻ്റെ തലേ ദിവസം രാത്രി. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സ്വാർട്സ്. നിങ്ങളുമായി ഒന്ന് കാണണം എന്നൊക്കെ തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത്. നിങ്ങളെ കാണാൻ അവർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം 3 ഓഫ് കപ്സ് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. മറ്റ് സുഹൃത്തുക്കളോ കുടുംബം ഒരു അഡീഷണൽ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കണം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ തമ്മിൽ കണ്ടു കാണണം, അല്ലെങ്കിൽ അടുത്ത കാലത്ത് നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാധ്യതയുണ്ട്. പ്രോബബ്ലി ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യത. നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, കാണാനും സംസാരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. പ്ലസൻ്റായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് മറ്റുള്ളവരും ഉണ്ട്. അവരോടൊപ്പം ഒരു പ്ലസൻ്റായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നതായിട്ടാണ് കണ്ടത്. ഓൾറെഡി നിങ്ങൾ തമ്മിലൊരു അറേഞ്ച്മെൻ്റ് ആയി കാണണം, ഇന്ന ദിവസം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അത് ഓൾറെഡി ഡേറ്റ് പറഞ്ഞാണ് അതിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹെയറോഫൻ്റ് വെച്ചിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോ കമ്മിറ്റഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇവരതിനെ പറ്റിയിട്ട് ബോധമായിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഫാമിലിയാണ് പ്രശ്നമെങ്കിൽ ഓക്കെ, ഇവർ മാരീഡ് ആണെന്ന് വിചാരിക്കുക. തേർഡ് പാർട്ടി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, പാരൻസും ആവാം, സ്പൗസ് ആവാം, വേറെ എന്തോ ആവാം അല്ലേ. നിങ്ങളുടെ ഇടയിൽ തടസ്സം നിൽക്കുന്ന ആ ഒരു ഘടകം. ഇവിടെ സ്പെസിഫിക്കലി ഇവർ മാരീഡ് ആണെങ്കിൽ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇവരുടെ സ്പൗസ് നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആവും എന്നിവർ പേടിക്കുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ബോധേഡായിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവിടെ ഇവർ മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട വേറെ ആൾക്കാരുണ്ട്. മീൻസ് കുട്ടികൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇവരുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങളെയും വിടാൻ വയ്യ, അവരെയും വിടാൻ വയ്യ എന്നുള്ള അവസ്ഥ. മനസ്സിലായല്ലോ. ഇവരുടെ സ്പൗസ് അറിഞ്ഞാൽ അവിടെ വളരെ ഇഷ്യൂസ് ഉണ്ടാവും എന്ന് ഇവർ പേടിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഇവർ അല്ലെങ്കിൽ നിങ്ങൾ ടാരോ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ടാരോ കണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ കിടന്ന് ഭഗവാനെ ഈ ഒരു സിറ്റുവേഷന് ഒരു ക്ലാരിറ്റി തരണേ എന്ന് നിങ്ങളെപ്പോലെ തന്നെ അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ടാരോ കുറച്ച് കൂടുതലായിട്ട് കാണുന്നതായിട്ട് അവിടെ
കാണുന്നുണ്ട്. ഇവരായിരിക്കാം, നിങ്ങളായിരിക്കാം. ഓക്കെ, ഇൻറ്റ്യൂട്ടീവായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നിവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ കുറേ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ടും ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ചിലരുടെ കാര്യമാണ് ഈ പറയുന്ന, എല്ലാം എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എസ്പെഷ്യലി പാരൻസ് അവിടെ തടസ്സമായിട്ട്, സ്പൗസ് തടസ്സമായിട്ട് വരുന്നവർക്ക് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഞാൻ പറയില്ല. പറഞ്ഞാൽ അത് സത്യമാവില്ല. ഓക്കെ, എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ കാണുന്നത് ഞാൻ അതുപോലെ പറയും. ഒരു സ്പൗസാണ് അവിടെ തേർഡ് സ്പൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഹസ്ബൻഡ് ഓർ വൈഫ്. സ്പൗസ് ആണ് അവിടെ തേർഡ് പാർട്ടി എങ്കിൽ ഉടനെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എന്ന് ഞാൻ പറയില്ല. പാരന്റ് ആണ്, ഫിനാൻസസ് ആണ്, അച്ഛൻ അമ്മയാണ് അവിടെ തടസ്സമെങ്കിൽ, ഇപ്പുറത്ത് അമ്മ എന്നും കാണുന്നുണ്ട്, ഇപ്പുറത്ത് അച്ഛൻ എന്നും കാണുന്നുണ്ട്. ഓക്കെ, റിലിജ്യൻ അതൊക്കെയാണ് അവിടെ തടസ്സമെങ്കിൽ, സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ ആയിരുന്നു അവിടെ തടസ്സമെങ്കിൽ, അവർ ആ തടസ്സത്തെ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളായാലും ഇതെല്ലാം മറികടന്ന് അവരുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഒരു ന്യൂ ബിഗിനിങ്. അത് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ വായിച്ച് വരുമ്പോൾ അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ്, ആ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിൽ വരുന്നതായിട്ട് കാണുന്നു. ഇത് സ്പൗസ് തേർഡ് പാർട്ടി ആയിട്ടുള്ളവർക്കല്ല. ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്തു പറയുന്നു. ഇത് അല്ലാതെയുള്ള തേർഡ് പാർട്ടീസ്, ഫൈനാൻസ്, സോഷ്യൽ സ്റ്റാറ്റസ്, റിലിജ്യൻ, കാസ്റ്റ്, കൾച്ചർ, അമ്മ, അച്ഛൻ, ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു തടസ്സം വരുന്ന അവിടെയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതേപോലെ ഇനി അടുത്തത്, ഇനി സ്പെസിഫിക്കലി സ്പൗസ് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നവർക്ക് നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണമെന്നവർ ആലോചിക്കുന്നുണ്ട്. അവർ ഒരു പക്ഷേ ഒരു ഹീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുമായിരിക്കാം ഒരു ഹീലിങ്ങിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഒരു റിലീജിയസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളും ആയിരിക്കാം. മിററിങ് അവിടെ കാണുന്നുണ്ട്, 2 കപ്പ് കാണുന്നുണ്ട്. അപ്പം ഞാൻ രണ്ടുപേരും തന്നെ എന്ന് പറയും. ഓക്കെ, കുറച്ച് പേഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഇവരും ചിന്തിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരെന്തായാലും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതേപോലെ ഏഞ്ചൽ ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ട് എന്ന് ഇവർ കുറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അവർ രാത്രി കിടന്നിട്ട് അവർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. ഓക്കെ, അതേപോലെ ജസ്റ്റിസ്, ചിലർക്കെങ്കിലും ലൈഫിൽ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്. അവരതിനെ പറ്റിയിട്ട് ബോധമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു കോർട്ട് കേസ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് തരണം എന്നൊരു കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തടസ്സം നിൽക്കുന്ന ഈ കേസ് നടക്കുന്നത് കൊണ്ട് ഇവർക്ക് ഉടനെ ചാടിക്കയറി നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്റ്റ് ഒക്കെ ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നുള്ളൊരു പേടി അവിടെ കാണുന്നുണ്ട്. ഈ ഒരു കേസിന് ഒരു തീരുമാനമായാൽ മുന്നോട്ട് പോകാമെന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ചിലർ അവരുടെ ജോലി സംബന്ധമായും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എന്തോ ഇവരുടെ കണ്ണിൽ പെട്ടിരുന്നു. അതിനെ പറ്റിയിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒന്നുകിൽ ഇവർക്കൊരു അച്ചീവ്മെൻ്റ് ജോലിയിൽ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാലറി ഇൻക്രീസ്, അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഒരു ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അത് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നിവർ ആലോചിക്കുന്നുണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അവർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ വരുത്തിയ ഒരു മാറ്റം ഇവരെ വല്ലാതെ ആകർഷിച്ചു. ഒന്ന് മുടി വെട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്സിൽ ചേഞ്ച്, നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലിയിൽ അവരെന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയണം, അപ്രീഷിയേറ്റ് ചെയ്യണം എന്നിവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൺഗ്രാജുലേറ്റ് ചെയ്യണം, ഒരു ഓൾ ദി ബെസ്റ്റ് പറയണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വേറെ ചിലർ രണ്ടും കൽപ്പിച്ച് ഇനി വെയിറ്റ് ചെയ്യേണ്ട, മുന്നോട്ട് തന്നെ പോകാമെന്നും
വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നിവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നും ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയില്ലേ, ഭഗവാനെ എല്ലാം ഏൽപ്പിച്ചിട്ട് മുന്നോട്ടങ്ങ് നടക്കാം. റിസ്ക് എന്തും ആവട്ടെ, റിസ്ക് ഉണ്ടെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ റിസ്ക് എന്തും ആവട്ടെ, രണ്ടും കൽപ്പിച്ച് ഭഗവാന്റെ മേലെ ആ ഡിവൈൻ്റെ അടുത്തേക്ക് ഭാരം കൊടുത്തിട്ട് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നമുക്ക് ഈ കാര്യത്തിൽ എടുക്കാമെന്നും ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓവർ തിങ്കിങ് ആണ്, ചിന്തിച്ച് ഉറക്കമില്ലാത്ത സ്ഥിതിയാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടിയുണ്ട്. അതേസമയം നിങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളെ പറ്റി തന്നെ ക്ലൗഡി മൈൻഡഡ് ആയിട്ട്, കാരണം ചിന്തകൾ ഭയങ്കര ഇങ്ങനെ മേഘം മൂടിയതുപോലെ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഓവർ തിങ്കിങ് കൂടുതലായിട്ട്, സ്ട്രെസ്സ് കൂടുതലായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹം തന്നെയാണ്. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ആയതുകൊണ്ട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാതെ അവിടെ ഇരിക്കുന്ന സ്ഥിതിയായിട്ടാണ് കാണുന്നത് കേട്ടോ. 2-3 കാർഡ്സ് കൂടെ എടുത്തിട്ട് മെസ്സേജസിലേക്ക് പോകും. ഡിവൈൻ പ്ലീസ് ഗിവ് മീ 2 or 3 more cards. അവരുടെ തോട്ട്സ് കൂടുതലായെന്ന് പറഞ്ഞു തരൂ. നിങ്ങളെപ്പറ്റി ഒരുപാട് പൊസസീവായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെപ്പറ്റി ഇൻസെക്യൂറും ആണ്, അതേസമയം പൊസസീവും ആണ്. അതിനെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നതോ ഒന്നും ഇവർക്ക് ലേറ്റ് ആയിട്ട് നിങ്ങളെ ഓൺലൈൻ കണ്ടു, നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുകയാണോ എന്നൊക്കെ ഇവർ ഒരു നിമിഷം ചിന്തിച്ചു എന്ന് തന്നെ പറയാം. അതേപോലെ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ആ ഡിസ്റ്റൻസ് അവരെ ബോദർ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അതും അവരെ ബോദർ ചെയ്യുന്നുണ്ട്. ഇമോഷണലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ആണ്, ഓടി വന്ന് നിങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യം അവിടെ കാണുന്നില്ല. അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണണമെങ്കിൽ യാത്ര ചെയ്തേ പറ്റൂ എന്നുള്ള സ്ഥിതി. അടുത്ത കാർഡ് ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഹൈലി ഇമോഷണൽ ആയിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഇമോഷൻ ഉണ്ട്, കാരണം സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇമോഷനായിട്ട് എന്താ പറയുക, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇത് എങ്ങനെ എത്തിക്കും, എങ്ങനെ ഇത് ഹീലിങ്ങിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഇവർ സങ്കടപ്പെട്ടും വിഷമിച്ചും എല്ലാം ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്ത് തന്നെ ആയാലും ഈ കാർഡ് എല്ലാ റീഡിങ്ങിലും നമുക്ക് വരാറുണ്ട്. ഓവർ തിങ്കിങ് ഉണ്ട്, പക്ഷെ കാര്യം ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നിവർ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ജോലിപരമായിട്ടായിരിക്കാം കേട്ടോ, അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കാണുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം, അതുകൊണ്ടാണ് അവർ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർ ചിന്തിച്ചത്. ഒരുപാട് കാര്യങ്ങൾ, ഓവർവെൽമിങ് റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ട്. അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് കൂടെ എടുത്ത് തന്നിട്ട് മെസ്സേജസ് 2 ഗ്രൂപ്പുകാർക്ക് ഒന്നിച്ച് കേട്ടോ നമുക്ക് നിർത്താം. ആസ് യൂഷ്വൽ നമ്മുടെ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ബൗളിലുള്ള എല്ലാം ഞാൻ പുറത്തിട്ട് ഞാൻ ഷഫിൾ ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് തിരിച്ച് ബൗളിലേക്ക് ഇടുന്ന ബാക്കിയുള്ളതാണ് ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാം വായിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ഇത്രയും പോരെ നമുക്ക് മെസ്സേജസ്. ഇന്ന് ഷോർട്സ് ഇടാൻ തീരെ സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി മെസ്സേജസ് നിങ്ങൾക്ക് എടുത്തു തരാം. ഇത് ഇത്രയും ഞാൻ വായിക്കാം. ഓക്കെ, യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കൈകൾ അവർക്ക് ഇഷ്ടമാണ്. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവർ എന്നും എപ്പോഴും ഓർക്കും. നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇവർക്ക് നിങ്ങളുടെ പേഴ്സൺ കന്നി രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആണ് എന്ന് അവർ പറയുന്നു. വോണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് യു. ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെയാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഐ കാൺ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഓവർ തിങ്കിങ് കാരണം ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒബ്സസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായി ചിന്തിക്കുകയാണ്. സ്കോർപ്പിയോ, നിങ്ങളുടെ പേഴ്സൺ സ്കോർപ്പിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കമ്മിറ്റ്മെൻറ്റ്, ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നുണ്ട്. ഐ ലവ് യു, അതെന്നും വരുന്നുണ്ട് അല്ലെ മെസ്സേജസിൽ. അക്വേറിയസ്, കുംഭരാശി ആവാനും സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. നമ്പേഴ്സ് 2, 11 നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്പർ ആയിരിക്കും. റീയൂണിയൻ, ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ സാധ്യത വരുന്നുണ്ട്. നമ്മുടെ റീഡിങ്ങിൽ വന്നിരുന്നില്ല, ഇതെല്ലാം വന്നിരുന്നു. 11 കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. 222 അഗെയിൻ റീയൂണിയൻ കേട്ടോ. റീയൂണിയൻ നിങ്ങൾ തമ്മിൽ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്പേഴ്സ് 4, 22, 13, 31 ഇതും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഇത് മുഴുവൻ വായിക്കാൻ ഒരുപാടാവും അല്ലേ. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പൈസസ്, മീനരാശിയോ ആയിരിക്കാൻ സാധ്യത നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ. നമ്പേഴ്സ് 3, 21, 12, 30 ഇതും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ. ഐ ജസ്റ്റ് കാൻ ലവ് എനി വൺ എനി മോർ, ഇവർക്ക് നിങ്ങളെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ ഇനി സാധിക്കില്ല എന്ന്. ഡിവൈൻ ടൈമിങ്, ഒരു നല്ല സമയത്തിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യാണ്. ഐ മിസ് യു, ഓക്കെ, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നു. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ, ചിലർ അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു പേഴ്സണെ കിട്ടും എന്ന് അവർ പറയുന്നു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ, അവരെ വിട്ട് കളയരുതെന്നാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നിങ്ങൾ അവരെ വട്ടാക്കുന്നുണ്ട്. ടോറസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് ഇടവരാശി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഫോളിങ് ഫോർ യു, ന്യൂ ലവ് ആണ്. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, ഡിവൈൻ ടൈമിങ്ങിൻ്റെ റെപ്പിറ്റേഷൻ ആണ് അത്. 2-3 കാർഡ് ഇവിടെ എടുത്തിട്ട് നിർത്താം കേട്ടോ. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ടെമ്പറൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. ഐ ആം ജെലസ്, നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റി, 4 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പറഞ്ഞില്ലേ. ജെലസായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഡു യു ലവ് മീ, നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ. ഹാവ് യു മൂവ്ഡ് ഓൺ, നിങ്ങൾ അവരെ വിട്ടു പോയോ. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, സെക്കൻഡ് ടൈം. നമ്പേഴ്സ് 9, 18, 27 നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി, ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. റീഡിങ് മൊത്തം അത് തന്നെ ആയിരുന്നു അല്ലേ. സഡൻ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ചിലർക്ക് സഡൻ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ജെമിനായി, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ജെമിനായി മിഥുന രാശി ആയിരിക്കാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് കേട്ടോ. യു ഹാവ് ചേഞ്ച്ഡ്, നിങ്ങൾ എന്തോ മാറ്റം നിങ്ങളിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു നെഗറ്റീവ് നോട്ടിൽ നിർത്തേണ്ട ഒരു കാർഡ് കൂടി എടുക്കാം. നമ്പേഴ്സ് 5, 14, 23 ഇതും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ദയവായി ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക. കാരണം നമ്മളുടെ വീഡിയോ ഒക്കെ ഇത്തിരി റീച്ച് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, എല്ലാം നല്ലതായി തന്നെ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പുതിയൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.